ഇന്നലെ രാവിലെ 11:30-ഓടെയാണ് ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടത്. ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിലിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ മുഹമ്മദ് ആഷിഖ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇവിടെ വെച്ചാണ് ശുചീകരണ തൊഴിലാളിയായ ജോയി അപകടത്തിൽപ്പെടുന്നത്. സഹപ്രവർത്തകർ നോക്കി നിൽക്കെ ഒഴുകി വന്ന വെള്ളത്തിൽ ജോയി തുരങ്കത്തിനുള്ളിലേക്ക് ഒലിച്ചുപോയി. സംഭവം നടന്ന് അരമണിക്കൂറിനുള്ളിൽ തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തനം. നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തമ്പാനൂരെത്തുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. തുരങ്ക സമാനമായ ഈ നീർച്ചാലിൽ നഗരത്തിലെ മാലിന്യമെല്ലാം അടിഞ്ഞുകൂടി. ഈ മാലിന്യ ശേഖരത്തിലാണ് ജോയി അകപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. നിരവധി തവണ സ്കൂബ ടീം അംഗങ്ങൾ തുരങ്കത്തിനുള്ളിലേക്ക് ഇറങ്ങി. എന്നിട്ടും ജോയിയെ കണ്ടെത്താനായില്ല. ഒടുവിൽ രാത്രിയോടെ NDRF സംഘവും സ്ഥലത്തെത്തി. റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ NDRF സംഘത്തിന്റെ മേൽനോട്ടത്തിൽ തിരച്ചിലിന്റെ രണ്ടാം ഘട്ടം പുലർച്ചെ ആരംഭിച്ചു. മണിക്കൂർ 24 പിന്നിടുമ്പോഴും ജോയി കാണാമറയത്തു തന്നെ. തുരങ്കത്തിനുള്ളിൽ പോയി മടങ്ങി വന്ന സ്കൂബ ഡൈവിംഗ് അംഗങ്ങൾ നിരാശയോടെ തിരിച്ചെത്തി. ാം മണിക്കൂറിലും ജോയിക്കുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ടീം മീഡിയ 1 തിരുവനന്തപുരം.